ഹലോ, വെൽക്കം ടു അജയ് കിച്ചൺ. ഇന്ന് ഞാനൊരു മാങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുത്തതാണ്ട് ചെത്തി തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. ഇനി ഇത് നമുക്കൊന്ന് കഷ്ണമായിട്ട് എടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങാക്കറിയേ. പുളി തോന വേണമെങ്കിൽ പുളിയുള്ള മാങ്ങ ഇട്ടാൽ മതി. ഇത് വലിയ പുളിയുണ്ട്, എന്നാലും വലിയ പുളിയില്ല, വിളഞ്ഞ മാങ്ങയായിരിക്കണേ. ഇത് കഷ്ണമായിട്ട് അരിയാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ ഈ മീൻ കഷ്ണം നമ്മൾ ഇതിടത്തില്ലേ, മാങ്ങാക്കറി വെക്കത്തില്ലേ, മാങ്ങാക്കറി അല്ല, ഇതൊക്കെയോ പറയുന്ന മീൻ നമ്മൾ കറി വെക്കാനായിട്ട് അരിയത്തില്ലേ, അതേപോലെ. ഞാൻ ഇതുപോലെ ഇതെല്ലാം അരിഞ്ഞെടുക്കട്ടെ. പിന്നെ നമ്മൾ ആ ഒരു മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഞാൻ അടുപ്പ് കത്തിക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മളെ ചട്ടി ചൂടായേ, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി, ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത്, കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കേ. ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. തീ കുറയ്ക്കാം. ഇതിനകത്തൊരു 3 മുളക്, 2 തണ്ട് കറിവേപ്പില, ഇതിനകത്ത് 2 ഇടത്തരം സവാള അരിഞ്ഞത് അത് കൊടുക്കാം. ഇതിനകത്തൊരു 3 പച്ചമുളക് അത് ഇട്ട് കൊടുക്കാം. ഇതിനകത്തൊരു ശകലം കായപ്പൊടി, ശകലം. ഈ ഉള്ളി സവാളയില്ലേ ഒന്ന് വഴന്ന് വരട്ടെ. ഈ സവാളയിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. ഈ സവാളയും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ കിടന്നൊന്ന് വഴന്ന് വിട്ടാൽ അതിൻ്റെ പച്ച മണം മാറട്ടെ. നമ്മുടെ സവാളയൊക്കെ വഴന്നു വന്നേ. ഇത്രയും വഴന്നാൽ മതി. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു മണം ഒന്ന് മാറിക്കിട്ടണം മതി. ഇനി ഇതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചെറിയ ഈ സ്പൂണിന് 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് ഇതിനകത്ത് ഈ ചൂടിൽ കിടന്നൊന്ന് ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ പൊടിയെല്ലാം ഒന്ന് ചൂടാവട്ടെ. ഇനി ഇതിനകത്ത് തക്കാളി ഇല്ലേ, 2 ഇടത്തരം തക്കാളിയെ അത് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ടില്ല. ഇനി ഇതില് ഈ മാങ്ങ ഇല്ലേ, മാങ്ങയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ചുപ്പല്ല, ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ്. പിന്നെ വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം. വെള്ളം നല്ലപോലെ ഇളക്കണേ. അടിയിലാ ഇത് പിടിച്ചില്ലേ, കരിഞ്ഞല്ല. വെളുത്തുള്ളിയുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ അതൊക്കെ ഒന്ന് അല്ല, അവിടെ നിന്ന് അതങ്ങ് കരിയും. ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി തിളച്ചേ, ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇത് വേവട്ടെ. ഞാൻ തീ കുറച്ചൊന്ന് കുറയ്ക്കേ. ഒരു മീഡിയത്തിൽ ഇട്ടേക്കാം. നമ്മുടെ മാങ്ങ നോക്കേ. മാങ്ങയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കേ. ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് വെക്കാൻ നേരത്തെ പൊട്ടിച്ച്. ഒരു 1/4 ടീസ്പൂണേ ഉള്ളായിരുന്നു. 1/4 ടീസ്പൂണോളമേ ഉള്ളൂ, ഇച്ചിരി ഉള്ളായിരുന്നു. ഇതിനകത്ത് നട്ട് നല്ലതൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് ഞാൻ ഒരു മുറി തേങ്ങ, ഒരു മുറി കുഞ്ഞൊരു മുറി തേങ്ങ, അതിൻ്റെ പാലെടുത്ത്, 1-ാം പാലൊന്നുമില്ല, ഒറ്റപ്പാല്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് കവർ ചെയ്യാം. ഇതൊന്ന് തിളച്ച് വേവട്ടെ. തീ കൂട്ടൊന്നും വേണ്ട. ഇങ്ങനെ തിളച്ച് വെന്ത് ഒരു 2 മിനിറ്റ് കൂടെ കിടക്കട്ടെ. നമ്മൾ കറി നോക്കേ. ഇനി ഇതിനകത്ത് ഒരു കഷ്ണം ശർക്കര,
നിങ്ങളുടെ മധുരം ഇത് ഇച്ചിരി പുളിയുണ്ട്. ഞാൻ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഒന്ന് കുറയ്ക്കേ. ഞാൻ തീ കുറച്ചിട്ട് ഇനി ഇതൊന്ന് ഈ ശർക്കരയൊക്കെ ഉരുകട്ടെ. അല്ല, അലിയട്ടെ അതിനകത്ത് കിടന്നു. നമ്മുടെ കറി നോക്കേ. ശർക്കരയൊക്കെ 1 മിനിറ്റ് ഞാൻ ഇട്ടിട്ടുള്ളേ. ശർക്കര എല്ലാം അലിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഓ, നല്ല ടേസ്റ്റ് ആയതു. ഇതിനകത്ത് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടേ. എരിയും പുളിയും മധുരവും അടിപൊളി. ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല. ഇത് ചോറിനും ഒക്കെ ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു കറിയാണ്. കാര്യം വലിയ പുളി അങ്ങോട്ടില്ല, എന്നാൽ പുളി ഉണ്ട് താനും. എന്നാലും ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവാണ്. ഇത് വേറൊരു സർവിങ് ബൗളിലോട്ട് നമ്മുടെ മാങ്ങാക്കറി ഈ ബൗളിലോട്ട് പോയേ. ഞാനിത് പുറത്ത് കളയത്. കണ്ടില്ലേ നമ്മളെ ടേസ്റ്റായിട്ടുള്ള മാങ്ങാക്കറി. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അടുത്ത കറിയായിട്ട് അടുത്ത ദിവസം. ഓക്കെ.